നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ. അപ്പൊ ഇന്നലെ ചാനലിനകത്ത് അലീനയുടെ മനുഷ്യങ്ങളുടെ പ്രമോ വിശേഷങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ കൃത്യസമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യാവേ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ബാലനും ഗോവർദ്ധനും കൂടെ നീലഗിരിക്ക് യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് ബാലന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഗോവർദ്ധൻ ഒട്ടും അങ്ങോട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്താ ഇങ്ങനെ എന്തൊക്കെ ഒരു ചിന്തയായിരുന്നു ഗോവർദ്ധന്റെ മനസ്സില. ആ സമയത്ത് ബാലൻ പറഞ്ഞു, എടോ ഈ ദാമ്പത്യ ബന്ധത്തിന്റെ അച്ചുതണ്ടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? അത് പരസ്പര വിശ്വാസവും കാര്യങ്ങളൊക്കെയാ. അത് തകർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കണമെന്ന്. അച്ചുതണ്ട് തന്നെ അങ്ങോട്ട് ഇല്ലാതാകുമെന്ന് പറഞ്ഞു. അത് തകർന്ന് തരിപ്പണമായി പോകുമെന്ന് പറഞ്ഞു. അല്ല ബാലേട്ട, അതിനിപ്പം വൈചേച്ചിയും അതുപോലെ ബാലേട്ടൻ തമ്മിൽ അങ്ങനെ വിശ്വാസക്കുറവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നിനക്ക് പരസ്പരം വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയണേ? എന്ത് പറ്റി ബാലേട്ടന്? ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാടോ. അലീന ആ വീട്ടിൽ നിന്ന് പോയി കഴിയുമ്പോൾ അത് മനസ്സിലാക്കിയുള്ളൂ. അല്ല ബാലേട്ട, എന്തേലും പ്രശ്നമുണ്ടോ? എടോ, പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് അലീനയുടെ കോൾ വരുന്നത്. അവളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ കോൾ എടുക്കുവാണ്. എന്താ മോളെ, എന്താ വിളിച്ചേ? അച്ഛാ, ഞങ്ങള് എറണാകുളത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുക. അത് പറയാൻ വേണ്ടി അച്ഛനെ വിളിച്ചാന്ന് പറഞ്ഞു. എങ്കിൽ ശരി, നേരത്തെ പോയിക്കോ, ബസ്സിന് കയറി പോണ്ടേ. അച്ഛാ, കാറിന് പോകുന്ന രോഹിത്ത് പറയുന്നത്. കാറിനോ? അതെ. അല്ല, അതിന് ഇത്രയും ദൂരം അവൻ ഇന്നുവരെ ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ലോ. അച്ഛാ, കൊല്ലപ്പള്ളിക്ക് അവന് ഞാനും കൂടെ പോയിട്ടുണ്ടല്ലോ. പിന്നെ അവനത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അവൻ പറഞ്ഞ് ഞാൻ നന്നായിട്ട് ഡ്രൈവ് ചെയ്തോളാന്ന്. അത് പിന്നെ മോളെ, ഞാനുണ്ടല്ലോ അച്ഛൻ, ഞാൻ നോക്കിക്കോളാം. കഴിഞ്ഞാണ് പോയപ്പോഴേക്കാണെങ്കിലും അവൻ നന്നായിട്ടാ ഡ്രൈവ് ചെയ്തേ. അവനോട് പറയണം അധികം ഓവർ സ്പീഡ് വേണ്ട, ഓവർടേക്കിങ് കാര്യങ്ങളൊക്കെ അധികം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ പറയണം. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ മോളെ, കാർ അവിടെ ഇല്ലല്ലോ, കാർ ജ്വല്ലറിയിലാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം. അവിടെ പോയി കാർ എടുത്തോണ്ട് പോയിക്കോളാം. അത് വേണ്ട, അവിടെ നിന്ന് ഏതെങ്കിലും സ്റ്റാഫിനോട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറയാം. പിന്നെ അറിയാലോ, നോക്കിയും കണ്ടുമൊക്കെ പോകണം. അതൊക്കെ ഞങ്ങൾ ഏറ്റച്ചാ. അച്ഛനിത് എവിടെ എത്തി? ഒരിടത്തും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ എത്ര ദൂരം പോകാനിരിക്കുന്നു? ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് അലീന കോള് കട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ് കൊടപ്പട്ടി വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് രോഹിത്ത് ബാക്കി എല്ലാവരും കൂടെ വിളിച്ചോണ്ട് കാറിലേക്ക് പോയി കയറി. എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ചേട്ടൻ കയറിക്കോ, ടൗണിൽ ഇറക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന പറഞ്ഞു, ഇത് രോഹിത്തെ നോക്കിയൊക്കെ വേണം, അതൊക്കെ ഞാൻ ഏറ്റേച്ചിന്ന് പറഞ്ഞു. അങ്ങനെ രോഹിത്ത് കാറെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കൃഷ്ണമോൾ വെച്ചു, ഇതെന്താ കാറ് സഡൻ ബ്രേക്ക് ഇട്ടെ? അത് സ്റ്റാർട്ടിങ് ട്രബിളാന്ന് പറഞ്ഞു. ഓ എൻ്റെ ദൈവമേ. അങ്ങനെ അവർ ഒടുവിൽ പോകണം. ഈ സമയത്ത് ഒരു സ്ഥലത്തിറങ്ങി ഒരു ജ്യൂസൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ ഗോവർദ്ധനോട് പറഞ്ഞു, ഗോവർദ്ധന ഇനിയിപ്പം ഞാൻ വണ്ടി എടുത്തോളാന്ന് പറഞ്ഞു. അത് സാരല്ല, ഞാൻ എടുക്കാന്ന് പറഞ്ഞു. അത് വേണ്ട, ഇനി കുറച്ചു നേരം ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ ഡ്രൈവ് ചെയ്യാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധൻ ഇങ്ങനെ നോക്കുവാണ്. അപ്പോഴേക്കും ഗോവർദ്ധനോട് പറഞ്ഞു, ഇനി ഗോവർദ്ധൻ അവിടെ ഇരുന്ന് വേണേ മയങ്ങിക്കോളും പറഞ്ഞു. അത് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ബാലേട്ടൻ ഡ്രൈവ് ചെയ്യല്ലേ. ഹെഡോ, ഞാൻ തന്നെ വിളിച്ച് എന്തുകൊണ്ടാണെന്നറിയാവോ? എനിക്ക് ഇത്ര ലോങ് ഡ്രൈവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെയൊന്നുമല്ല, കൂടെ ഒരാൾ വേണം, അത്ര മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. എനിക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ലടോ. അല്ല, നമ്മളിത് എങ്ങോട്ടാ പോണേന്ന് തനിക്ക് അറിയാമെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല, എന്തിനാന്നും അറിയില്ല. അതാണ്. അല്ല, തനിക്ക് അറിയണമെന്ന് ആഗ്രഹമില്ലേ? അത് പിന്നെ എന്നോട് പറയേണ്ട കാര്യമാണെങ്കിൽ ബാലേട്ടൻ എപ്പോഴാണെങ്കിലും പറയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാത്തതെന്ന് പറഞ്ഞു. തനിക്കറിയാവോ, നമ്മൾ ഈ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുപ്പിയിലടച്ചൊരു ഭൂതമുണ്ട്. ആ ഭൂതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ടെന്ന് പറഞ്ഞു. കുപ്പിയിലടച്ച ഭൂതമോ? ബാലേട്ടൻ ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് അതിനെക്കുറിച്ചൊക്കെയാണല്ലോ പറയണേ. എടോ, കുറേ ആൾക്കാർ കൂടിയിട്ട് ഒരു ഭൂതത്തെ കൊണ്ട് ഒരു കുപ്പിയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ആ ഭൂതത്തിന് പുറത്തിയാടാനായിട്ട് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അപ്പം ആരൊക്കെ ചേർന്ന് ആ കുപ്പിയിലെ ആ ഭൂതത്തെ അടച്ചാന്നറിയണം. അതുമാത്രമല്ല, പുറത്ത് ചാടുന്ന ഭൂതത്തെ ഇടയ്ക്ക് ഞാൻ പിടിച്ച് കുപ്പിക്കകത്താക്കി വീണ്ടും അടച്ചു വെക്കും, വീണ്ടും തുറന്നു വിടും. അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഗോവർദ്ധൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. തനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലേ? ഞാൻ എന്തേലും കാര്യം പറയുമ്പോഴേ ഇങ്ങനെ തലയായിട്ട് സമ്മതിക്കാനായിട്ട് ഒരാൾ എൻ്റെ കൂടെ വേണം. അതുകൊണ്ടാണ് തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിയത്. ഇപ്പം തനിക്ക് മനസ്സിലായോ? അധികം വൈകാതെ താനും പല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞു. ഗോവർദ്ധന ഒന്നും കാര്യമൊന്നും മനസ്സിലായില്ലെങ്കിലും ഗോവർദ്ധന എല്ലാത്തിനും തലയാട്ടുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോരുന്ന വഴി അലീനയും രോഹിത്തുമൊക്കെ കുറേ സ്വീറ്റ്സും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കേണ്ട കടയിൽ നിർത്തി. അങ്ങനെ നിർത്തിക്കഴിഞ്ഞ സമയത്ത് അലീന എന്ത് ചെയ്തു, രേവതിക്കുട്ടിയുടെ ഫോണിലേക്കൊന്ന് വിളിക്കുകയാണ്. ആ സമയം രേവതിക്കുട്ടി ഭയങ്കര കനത്തിലാണ് സംസാരിക്കുന്നത്. എന്ത് പറ്റി നിന്റെ സൗണ്ടിലൊക്കെ ഒരു ഗാംഭീര്യം? ഇപ്പോഴങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. അല്ല, നിനക്കെന്താ വല്ല ജലദോഷവും പിടിച്ചോ?
ജലദോഷമൊന്നും ഇല്ല. ഇപ്പം എന്തിനാ എന്നെ വിളിച്ചേ? ഓ അപ്പം അതാണ് കാര്യം. അല്ല, ഞങ്ങളങ്ങോട്ടേക്ക് വരുവാന്ന് പറയാൻ അതിന് എന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചില്ലായിരുന്നോ? അതിനെ ഞാൻ ഗ്രേസമ്മാൻ്റെ വിളിച്ച വേറൊരു കാര്യം പറയാൻ വേണ്ട. അപ്പം പിന്നെ ഇതങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. ആയിക്കോട്ടെ. എല്ലാ കാര്യങ്ങളും ഗ്രേസമ്മാൻ്റെ ആയിട്ടല്ലേ തീരുമാനിക്കുന്നത്. അങ്ങോട്ട് വിളിച്ച് തീരുമാനിച്ചു. എന്നോട് വിളിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം. അപ്പം ഞാൻ പറയില്ലായിരുന്നോ വരാനായിട്ട്? ഓ, തിരുമനസിനോട് പറഞ്ഞില്ല. അതിന് ക്ഷമിക്ക്. ഇപ്പം ഞാൻ വിളിച്ചല്ലോ, അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചാന്ന് പറഞ്ഞു. വേണ്ട, എന്നെ വിളിക്കുമൊന്നും വേണ്ട. എല്ലാ കാര്യങ്ങളുമേ ഗ്രേസമ്മാൻ്റെയായിട്ട് അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, അയ്യോ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, അങ്ങോട്ട് ചോദിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. അയ്യോ എനിക്കറിയായിരുന്നു നീ അവിടുത്തെ പ്രധാനമന്ത്രിയാന്നുള്ള കാര്യം. നീ അറിയത്തില്ലാതെ അവിടെ ഈച്ച പോലും അനങ്ങില്ല എന്നും അറിയായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഗ്രേസമ്മാൻ്റെയോട് കാര്യങ്ങൾ സംസാരിച്ചേ. അതെ, ഇനി നമുക്ക് നേരിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാം. ഇത്തിരി കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് വാ, ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ രേവതിക്കുട്ടി പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അലീനയും രോഹിത്തും ഭവിതയൊക്കെ പാലാരിവട്ടം വീട്ടിലേക്ക് വരുവാണ്. അപ്പോഴേക്കും രോഹിത്ത് ചോദിച്ചു, ഇത് കുറേ സമയമായല്ലോ, പാലാരിവട്ടത്തെ വീടെന്ന് പറഞ്ഞിട്ട് ഈ എറണാകുളത്തിൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും കവർ ചെയ്ത് കഴിഞ്ഞു, ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, ഇപ്പം തന്നെ എത്തും. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, അതാ രോഹിത്തേണ്ണ ബുദ്ധിമുട്ടോടെ പറഞ്ഞാരേ, ഞാൻ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞു. അയ്യോ വേണ്ടാന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അവിടെ മിണ്ടാതിരിക്കുക, ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും പാലാരിവട്ടത്തെ വീടിൻ്റെ ഗേറ്റിന് മുന്നിലേക്ക് വന്നു. അലീന പറഞ്ഞത് ഈ ഗേറ്റ് വഴി അകത്തേക്ക് കയറ്റിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രോഹിത്ത് വണ്ടി അകത്തേക്ക് കയറ്റി. കുട്ടികളൊക്കെ നോക്കുവാണ്, അവർക്ക് അനുഭവം തോന്നി. രോഹിത്ത് പറഞ്ഞു, അല്ല ഇതാണോ വീട് രേവതിക്കുട്ടി നിൽക്കുന്നത്? അതെ. ഇതൊരു ഫുട്ബോൾ ഗ്രൗണ്ടിന് അത്ര വലിപ്പമുണ്ടല്ലോ, ഇതിൻ്റെ മുറ്റം തന്നെയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. അലീന ചേച്ചി ഈ വീട്ടിൽ നിൽക്കാത്ത എന്താന്ന്. അപ്പോഴേക്കും അലീന ചോദിച്ചു, അതെന്താ? കൃഷ്ണമോള് പറഞ്ഞു, ഈ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയാക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചു. അത് കേട്ടതും അലീന ചിരിക്കുവാണ്. ആ സമയത്ത് കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ മാമച്ചനും ഗ്രേസമ്മയൊക്കെ ഓടി ഇറങ്ങി വരുവാണ്. അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞങ്ങൾ കുറേ സമയം നോക്കി നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നു. അല്ല രേവതിക്കുട്ടി എന്തിയേ? ഇത്ര സമയം പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴകത്തേക്ക് കയറിപ്പോയി. മിക്കവാറും കിച്ചണിൽ എവിടെയെങ്കിലും കാണും. ഭയങ്കര ദേഷ്യത്തിൽ ആളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ആ ആളെ ഞാൻ തണുപ്പിച്ചോളാം, അതിനൊക്കെയുള്ള വിദ്യ എനിക്കറിയാം എന്ന് പറഞ്ഞു. പിന്നീട് പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരെ പരിചയപ്പെടുത്താൻ തുടങ്ങണം അലീന. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, അത് വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്കറിയാം. ഇത് ഭവിത, ഇത് കൃഷ്ണ, ഇത് രോഹിത്ത്, ശരിയല്ലേ? ഞങ്ങളുടെ ഓർമ്മശക്തിക്ക് കുറവൊന്നും വന്നിട്ടില്ല. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ ഞാൻ രേവതിക്കുട്ടി ഒന്ന് കണ്ടിട്ടോട്ടെ. മാമച്ചൻ പറഞ്ഞു, ചെല്ല് ചെന്ന് അനുനയിപ്പിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ബാക്കി 3 പേരും എന്തിയടെന്നറിയില്ല നിൽക്കുകയാണ്. അവരോട് ഗ്രേസം എന്നിട്ട്, എന്താ കുട്ടികളെ നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നേ? ഇത് നമ്മുടെ കൂടെ വീടല്ലേ, ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിട്ട് കൃഷ്ണമ്മളുടെ കയ്യിലേക്ക് പിടിച്ചു. പിന്നീട് മാമച്ചൻ പോയി രോഹിത്തിനോട് പറഞ്ഞു, രോഹിത്തെ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്യേണ്ടത്. രോഹിത്തിന് ആകപ്പെടെ ഇറങ്ങണ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അലീനെ നിർബന്ധിച്ചിട്ടാണ് കാറിൽ നിന്ന് ഇറക്കിയത് പോലും. വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന് തന്നോട് എല്ലാവരും എങ്ങനെയായിരിക്കും പെരുമാറുന്നതെന്നൊക്കെ ഒരു ചിന്തയൊക്കെ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ മാമച്ചനോ ഗ്രേസമ്മയ്ക്കോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നീട് അലീന രേവതിക്കുട്ടി അടുത്തേക്ക് വന്നു. രേവതിക്കുട്ടി മുഖം കനിപ്പിച്ചിങ്ങനെ നിൽക്കുകയാണ്. അല്ല ഇവിടെ എൻ്റെ ഒരു രേവതിക്കുട്ടി ഉണ്ടായിരുന്നില്ല, കണ്ടില്ലോ എന്നൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടി മിണ്ടാ നിൽക്കോ? ഓ, ഇവിടെ വന്ന് ഒളിച്ച് നിൽക്കുമായിരുന്നെന്ന് ചോദിച്ചു. അങ്ങനെ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്കുട്ടി പറഞ്ഞു, വേണ്ട, എന്നോട് മിണ്ടിക്കൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ? എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ അനുജത്തിയോട് എനിക്ക് സംസാരിക്കേണ്ട. വേണ്ട, ഞാൻ അനുജത്തിയൊന്നും അല്ല ആരുടെ. ഓ, അപ്പത്തേനും അങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറയുമോ? അങ്ങനെ ചെന്ന് രേവതിക്കുട്ടിയുടെ കയ്യിലേക്ക് പിടിച്ചു. നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഇങ്ങോട്ടേക്ക് വരുവാന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലോ. അത് പിന്നെ ഞാൻ ഗ്രേസമ്മാൻ്റെയോട് പറഞ്ഞില്ലേ, അതല്ലേ എൻ്റെ മര്യാദ. ഇങ്ങോട്ടേക്ക് വരുന്നേ ആരോടാ ചോദിക്കണ്ടേ? എന്നോട്? നിന്നോടോ? അതിന് നീയാണോ ഈ വീട്ടിലത്തെ യജമാനത്തി? പിന്നെ ഞാനല്ലാതെ വേറെ ആരാ? അപ്പം ഈ ഗ്രേസമ്മാൻ്റെയും മാമച്ചനങ്ങളൊക്കെ ആരാന്ന് ചോദിച്ചു. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിയൊന്നും മിണ്ടിയില്ല. അതെ, ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവരോടൊന്ന് ചോദിക്കാതെ വരാൻ പറ്റുമോ? അതിനിപ്പോൾ അവരോട് ചോദിക്കേണ്ട കാര്യമുണ്ട്. എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ പറയില്ലെന്ന് ചോദിച്ചു. നിന്നോട് ചോദിച്ചാൽ നല്ല കഥയായി. അതെ, അവരുടെ അസൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണ്ടേ? ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഗസ്റ്റുകളുണ്ടോ? നിങ്ങൾ എങ്ങോട്ടേക്കാലും വല്ല ടൂർ പോകുന്നുണ്ടോ? അവർക്ക് വല്ല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഞങ്ങളെ സ്വീകരിക്കാൻ അവർ തയ്യാറാണെന്ന് അറിയണ്ടേ? അത് അവരോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. അതിപ്പോൾ എന്നോട് ചോദിക്കാലോ. നിന്നോട് ചോദിച്ചാൽ
നിന്നോട് ഞാൻ വിളിച്ച് ചോദിക്കുമെന്ന് വെച്ചോ, അപ്പോഴേക്കും നീ പറയും പാലായിലുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങോട്ടേക്ക് പോരട്ടെ എന്ന് പറയും. അത് ഞാൻ പറയും. എന്നിട്ട് നീ എന്ത് ചെയ്യും? നേരെ ഗ്രേസമ്മാൻ്റെ അടുത്തേക്കല്ലോ. എന്നിട്ട് പറയും അവർ വരുന്നുണ്ട് എന്ന് പറയും. ശരിയല്ലേ? അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം, അവർക്കൊരു കുറവുണ്ടാവില്ലെന്നൊക്കെ ഗ്രേസമ്മാൻ്റെയോട് നീ പറയും. അത് ഞാൻ പറയും. അങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മൾ അവരെക്കുറിച്ച് ചിന്തിക്കണ്ടേ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് ഗ്രേസമ്മാൻ്റെയോട് ആദ്യം ഞാൻ ചോദിച്ചേ. പിന്നെ ഗ്രേസമ്മാൻ്റെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അറിയുന്നുള്ള കാര്യം എനിക്കറിയാലോ. എന്നിട്ട് അതിന് ശേഷം എന്നോട് പറഞ്ഞില്ലോ. അത് പിന്നെ അവിടെ എന്തോ അതിന് ശേഷം എന്തൊക്കെയോ ചെറിയ ചെറിയ സാങ്കേതിക തകരാറുകളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. ആയിക്കോട്ടെ, ഇപ്പം എന്നെ വേണ്ടല്ലേ? അതെ, ഇങ്ങനെ ഇവിടെ പിണങ്ങി നിൽക്കല്ലേ. എൻ്റെ കൂടപ്പിറപ്പുകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഓ, കൂടപ്പിറപ്പുകൾ എന്നായി കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടായത്? ആദ്യം ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴല്ലേ കൂടപ്പിറപ്പുകൾ. അതെന്തോ ആയിക്കോട്ടെ, നീ ഇങ്ങോട്ടേക്ക് വന്നേടി കുശുമ്പി. അസൂയ പിടിച്ച് അവിടെ നിൽക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ആ ചെവിയിലൊക്കെ പതുക്കി കിഴക്ക് കൊടുത്ത അലീനെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണ്. അപ്പോഴേക്കും രോഹിത്തും മാമച്ചനും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിനോട് മാമച്ചൻ പറഞ്ഞു, ദേ അവർ ഇപ്പം കണ്ടില്ലേ 5 പേരുണ്ട്. വന്നത് 3, ഇവിടെ നിന്നത് 2. നമ്മൾ 2 പേരേ ഉള്ളൂ. നമ്മളിങ്ങനെ മാറി നിന്നിട്ട് കാര്യമില്ല, ഇടിച്ചിടിച്ച് നിൽക്കണം. അവരോടൊപ്പം നമുക്ക് പിടിച്ചു നിൽക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോകുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രോഹിത്ത് ഇങ്ങനെ മാമച്ചനെ നോക്കുകയാണ്. അനിയനെ വെച്ച് എന്താ അങ്കിളെ 2 പേരും കൂടെ രഹസ്യം പറിച്ചില്ല? അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. നിങ്ങളെ പെണ്ണുങ്ങളെ അടുത്ത് ഞങ്ങൾക്ക് ആണുങ്ങൾക്കൊന്ന് പിടിച്ച് നിൽക്കണ്ടേന്ന് പറഞ്ഞു. അത് കേട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി ചിരിക്കുക. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഒന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.